അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യലൊന്നുമില്ല. ഇന്നത്തെ സ്പെഷ്യലെന്ന് പറഞ്ഞാൽ മീൻ തലക്കറിയാണ് കേട്ടോ. വലിയ വിലോപ്പിയുടെ തല തിളപ്പിച്ചതാണ് തക്കാളിയൊക്കെ ഇട്ട്. പിന്നെ നമ്മുടെ ഒരു ഫേവറേറ്റ് താരമാണ് മത്തി അച്ചാറെടുത്തു. പിന്നെ ഉപ്പ് നെല്ലിക്ക ഇത്രയുള്ള കേട്ടോ ഇന്ന് കറി. പച്ചക്കറിയൊന്നും വെക്കാൻ നേരം കിട്ടിയില്ല, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുകൊണ്ട് ഒപ്പിച്ചിട്ടാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് സ്പെഷ്യലെന്ന് പറയാനായിട്ട് പിലോപ്പി മേടിച്ചതിൻ്റെ തല മാത്രം മാറ്റി ഞാൻ വെച്ചിരുന്നു. അപ്പോൾ വലിയ പിലോപ്പി ആയിരുന്നു. തല ഞാൻ തക്കാളി ഇട്ട് തിളപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഉള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 തല എടുത്തിട്ടുണ്ട്. പിലോപ്പിയുടെ തല ഒരുവിധം വലുതാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആകെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്, ചാറിനനുസരിച്ച്. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എരിവിന് പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പക്കം മൂത്തിട്ടുണ്ട്. സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ചാറൊന്ന് തിളക്കട്ടെ. നമ്മുടെ ചാറൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വലിയ വിലോപ്പിയുടെ തലയാണ് കേട്ടോ ഇത്. 5 തലയുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരു തക്കാളിയാണ്, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നോക്കാട്ടോ കറി. ഇതിപ്പോൾ തിളച്ചിട്ടൊരു 10 മിനിറ്റോളം ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിരുന്നു കേട്ടോ കഷ്ണങ്ങൾ. ചട്ടി അപ്പോൾ ഒത്തിരി ഇടം കുറവാണ്. കാരണം ഇതിലും വലിയ ചട്ടി എൻ്റെ കയ്യിലില്ല കേട്ടോ. അതുകൊണ്ട് മൺചട്ടി എന്നും പറഞ്ഞ് പരാതികൾ വന്നു. മൺചട്ടിയിൽ മീൻ വെക്കണം ചേച്ചി, മൺചട്ടിയിൽ മീൻ വെക്കണമെന്നും പറഞ്ഞു. എൻ്റെ കയ്യിൽ വലിയ ഉരുളികളാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഉരുളിയിൽ വെക്കുന്നത്. ഇപ്പോൾ പിലോപ്പിക്ക് വലിയ വേവില്ലാത്ത മീനാണിത്. ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. കാരണം ഞാൻ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിരുന്നു. അത്യാവശ്യം വെന്തിട്ടുള്ള സംഭവമാണിത്. ഇത്ര മതി. നമുക്ക് ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
വലിയ പിലോപ്പിയായിരുന്നേ, അപ്പോൾ അത് കാരണം തലയും വലുതാണ്. ഇത്ര മതി. തീ ഓഫ് ചെയ്യാം. അപ്പോഴേ കഴിക്കാം. ഇപ്പോൾ പിലോപ്പിയുടെ ഒരു തല എടുക്കാട്ട്, ഞാൻ ചെറിയ തലയാണ് ഇട്ട് എടുക്കണത്. വലിയ തല എടുക്കരുതെന്നും പറഞ്ഞ് ഇവിടെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ അത് പറഞ്ഞാൽ ഞാൻ ചെറിയ തലയാണ്. ഇതിൻ്റെ അടിയിലൊരു വലിയ തല കിടപ്പുണ്ട് കേട്ടോ. ചെറുതാണ് എടുത്തത്, ഏറ്റവും ചെറുതാണ് എടുത്തേക്കണത്. വലുത് അവിടെ വെക്കാനാണ് പറയണം. ആംഗ്യങ്ങൾ വരുന്നുണ്ട് അടുത്തുനിന്ന്. പിന്നെ മത്തി അച്ചാറാണ് ഇത്. അന്ന് അച്ചാറിട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ, പിന്നെ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ. അപ്പോൾ 2 കഷ്ണം എടുക്കാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് താരമാണ് ഉപ്പ് നെല്ലിക്ക. ഇത് 2-3 കാന്താരി മുളകൊക്കെ ഉണ്ട്, അതും കൂടി എടുക്കാം. കഴിക്കാം. അപ്പോൾ ഈ ചാറ് ഇത്തിരി ചോറിലൊഴിക്കട്ടെ. പിലോപ്പി നല്ല വലിയ പിലോപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ നടുനുറുക്കും വാലൊക്കെ ഞാൻ വറുത്തിട്ട് കറി വെച്ചു. ഇനി ഇരിപ്പുണ്ട് കേട്ടോ 2-3 ബാക്കി തല എല്ലാം തിളപ്പിച്ചു. പുളിയാണ് കേട്ടോ. പിന്നെ ഞാൻ പുളിയിട്ട് വെക്കണ കറികൾ താല്പര്യമുള്ള ആളാണ് കേട്ടോ. അത് കാരണം ഇതെങ്ങനെ ടേസ്റ്റിൽ വെച്ചാലും ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ മത്തിയച്ചാറാണ് കേട്ടോ. നല്ലോണം എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാന്താരി മുളക് ഇങ്ങനെ ഒന്ന് കടിക്കാം. ഒപ്പം ഉപ്പ് നെല്ലിക്ക. പൊളി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഞാനിന്ന് വെള്ളം വെക്കാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രേക്ഷകനുണ്ടല്ലോ, വെള്ളം വെക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. ഞാൻ മറന്നു പോട്ടാ, സോറി. ആർക്കെ പുള്ളി എപ്പോഴും പറയും വെള്ളം വെക്കണം ചോറിനാ നേരത്തെന്ന്. മറന്നു പോയിട്ടാണ് കേട്ടോ, മനഃപൂർവ്വമല്ല, സോറി. നാളെ വെക്കാട്ടോ ഒരു കലം വെള്ളം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്ന് സ്പെഷ്യലി. പിലോപ്പി തല തിളപ്പിച്ചത്, മത്തിയച്ചാറ്, ഉപ്പ് നെല്ലിക്ക. അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.